പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, അത് സാധാരണഗതിയിൽ ഒരു വീഡിയോയ്ക്കുള്ള വിഷയമൊന്നും ആകേണ്ട ഒരു സംഭവമല്ല. ആ വിഷയം എന്ന് പറയുന്നത് UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിൽ അതൊരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം 21 മന്ത്രിമാരുണ്ട്, അവർക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ മന്ത്രിമാരാരാകുന്നു എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ പ്രൈവറ്റ് സെക്രട്ടറിമാരാരാകുന്നു എന്നുള്ളതല്ല. പ്രൈവറ്റ് സെക്രട്ടറിമാർ വലിയ ചർച്ചാ വിഷയമൊന്നും ആവാറില്ല. പക്ഷേ UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനം എൻ്റെ വീഡിയോയ്ക്കുള്ളൊരു വിഷയമാക്കി മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഒന്ന് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീമാൻ K. മുരളീധരൻ. അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് ഇപ്പോൾ ജയിച്ചു വന്നു. അദ്ദേഹം ആരോഗ്യ മന്ത്രിയായി അധികാരമേറ്റു. സുഹൃത്തുക്കളെ, ഈ K. മുരളീധരനുമായി ബന്ധപ്പെട്ട് എനിക്ക് തുറന്ന ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ വിമർശിച്ചിട്ടുമുണ്ട്. അദ്ദേഹം വിമർശിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ പലതും ഇപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്ത വളരെ നല്ലൊരു കാര്യത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിൽ നിന്ന് എന്നെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീമാൻ K. മുരളീധരൻ. എനിക്ക് തോന്നുന്നു മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന നേതാവ് K. മുരളീധരനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സണ്ണി ജോസഫിനേക്കാൾ സീനിയർ ആയിട്ടുള്ളത് K. മുരളീധരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, ശ്രീമാൻ K. മുരളീധരന് ഈ മന്ത്രിസഭയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വകുപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടാണ് K. മുരളീധരൻ ചുമതലയിട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ആരോഗ്യ മേഖല എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം, കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ വ്യാപനം, അതിൻ്റെയൊക്കെ മേഖലയിൽ കേരളം വികസിത രാജ്യങ്ങൾക്കൊപ്പം പോലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മാതൃക ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ഇടത് ഗവൺമെൻറ്റോ വലത് ഗവൺമെൻറ്റോ നേട്ടമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കാലക്രമേണ ഇടത് വലത് ഗവൺമെൻറ്റുകളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ നയങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആഗോളതലത്തിൽ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളം നമ്പർ 1 ആരോഗ്യ മേഖലയിൽ എന്നൊക്കെ ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് അട്ടഹാസങ്ങളും ഗ്വാഗ്വാവിളികളും ഒക്കെ നടന്നെങ്കിലും ആരോഗ്യ മേഖലയിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളെ, എൻ്റെ സ്വന്തം അനുഭവം തന്നെ ഞാൻ പറയാം. ഏപ്രിൽ 3-ന് എൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. 30-36 ദിവസം മെഡിക്കൽ കോളേജിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിലും പുറത്തുമൊക്കെ ആയിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞു. ഞാനതാണ്ട് 1 മാസക്കാലത്തോളം ദൈനംദിനം ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. ദയനീയമായിരുന്നു ആ മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. ആ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് സമൂഹത്തിലെ സാമൂഹികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. ടെസ്റ്റ് ചെയ്യാനൊക്കെ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ അവിടെ ക്യൂ ആണ്. നിലത്ത് കിടന്ന് 100 കണക്കിന് ആളുകളാണ് നിലത്ത് കിടക്കുന്നത്. ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിൻ്റെ തന്നെ അനുഭവം ഞാൻ പറയാം. ആ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിൻ്റെ മുമ്പിൽ ഒരു 150 ഇരുമ്പ് കസേരകളുണ്ട്. പിന്നെ അവിടെ കുറേ സ്പേസും കിടപ്പുണ്ട്. ആ സ്പേസിൽ ഒരു 10-200 പാവപ്പെട്ടവരാണ് രാത്രി നിലത്ത് കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ 1 മാസക്കാലത്തെ എൻ്റെ അനുഭവം ഞാൻ പറയും. നിലത്ത് കിടന്ന് ഉറങ്ങുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന്
വളരെ ഗുരുതരമായി പരിക്കേറ്റ ICUവിൽ കിടക്കുന്ന ബന്ധുക്കളുടെയും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ബന്ധുക്കൾ ഏതാണ്ട് 100 ചില്ലാനം പേര് നിലത്ത് കിടന്നാ ഉറങ്ങുന്നത് എല്ലാ ദിവസവും രാത്രി. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരവസ്ഥ എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. സംസ്ഥാനത്തെ മൊത്തം ആരോഗ്യ മേഖലയുടെ അവസ്ഥയും നിർജീവാവസ്ഥയിലായിരുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് ആരോഗ്യ മേഖലയെ ഒന്ന് നന്നാക്കിയാൽ തന്നെ വലിയ നേട്ടമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കാണുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ UDF മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ K. മുരളീധരൻ വലിയൊരു വെല്ലുവിളിയാണ് ഏറ്റെടുത്ത് വച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു പ്രൈവറ്റ് സെക്രട്ടറി നിയമനമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്കാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കുന്നത് ശ്രീമാൻ K. മുരളീധരൻ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു മുതിർന്ന ഡോക്ടറെ തന്നെ നിയമിച്ചിരിക്കുന്നു എന്ന്. ഒരു മുതിർന്ന ഡോക്ടറെ തന്നെ. ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂറോളജി വകുപ്പിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ D. സുനിൽ, അദ്ദേഹം DM ആണ് ന്യൂറോളജിയിൽ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. ആ സീനിയർ ആയിട്ടുള്ള ഡോക്ടറെ ശ്രീമാൻ K. മുരളീധരൻ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു നല്ല തുടക്കമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഡോക്ടറെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി എന്നുള്ളതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുമെന്നൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടർ തന്നെ നിയമിതനായിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം ആണ് നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ ശ്രീമാൻ K. മുരളീധരനെ ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയമനം വന്നതിനെ തുടർന്ന് ഞാൻ തിരിഞ്ഞ് LDFൻ്റെ ആരോഗ്യമന്ത്രിമാർ ആരായിരുന്നു, അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ആരായിരുന്നു എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. 2021-26 ഈ സുപ്രധാന മേഖല പിണറായി വിജയൻ ഏൽപ്പിച്ചത് ഒരു മുൻ പത്രപ്രവർത്തകയാണ്. നമുക്കറിയാം, വീണ ജോർജ്. ചുക്കും ചുണ്ണാമ്പും അറിയില്ലാത്ത, ഒരു പിടിയുമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും ഒരു ബോധവുമില്ലാത്ത വീണ ജോർജ് എന്ന് പറഞ്ഞൊരു മുൻ മാധ്യമ പ്രവർത്തകയാണ് പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞ ഈ നിർണായക വകുപ്പ് ചുമതല ഏൽപ്പിച്ചത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആരായിരുന്നു അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി? നമുക്കറിയാലോ, ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു മേഖലയാണ്. ആ മേഖലയിൽ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു സ്ത്രീ മന്ത്രിയാവുകയാണ്. സ്വാഭാവികമായി അവരെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന കഴിവുള്ള ഒരാളെ ആയിരുന്നില്ലേ പ്രൈവറ്റ് സെക്രട്ടറി ആയി കൂടെ നിയമിക്കേണ്ടിയിരുന്നത്? പക്ഷേ ആരെയാ നിയമിച്ചെന്നറിയാമോ? പാർട്ടി AKG സെൻറ്ററിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ. ഒരു പിടിയുമില്ല. ഇംഗ്ലീഷ് പോലും കൂട്ടി വായിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഞാനൊക്കെ പാർട്ടി മെമ്പറായിരുന്ന സമയത്ത് ഏതാണ്ട് പിണറായി വിജയൻ നടക്കുന്നത് പോലെ ഇങ്ങനെ തോളൊക്കെ പൊക്കി പിണറായി വിജയൻ അനുകരിച്ച് നടക്കുന്ന ഒരുത്തനായിരുന്നു ശ്രീമാൻ സജീവൻ. ഒരു പിടിയും ഒന്നിനെക്കുറിച്ചും ഇല്ലാത്ത ഒരാൾ. പിണറായി വിജയൻ എന്ത് പറയുന്നു അത് പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി മാത്രമുള്ള ഒരുത്തനായിരുന്നു ശ്രീമാൻ സജീവൻ. ആ സജീവനെയാണ് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഈ വീണ ജോർജ് മന്ത്രിയായപ്പോൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. ആലോചിച്ച് നോക്കണം നമ്മൾ. ഞാൻ അതിനു മുമ്പ് ഒന്ന് നോക്കി. 2016-21 ശ്രീമതി KK ശൈലജയായിരുന്നു ആരോഗ്യമന്ത്രി. അവരെക്കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് CPMൻ്റെ അണികൾക്കൊക്കെ ഉള്ളത്. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു എന്ന് ഞാൻ നോക്കി ഞെട്ടിപ്പോയി. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി കണ്ണൂരിൽ നിന്നുള്ള ഒരു CPMൻ്റെ ഗുണ്ടാ നേതാവായിരുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള P. സന്തോഷ് എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി. അയാളാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് കൊലവിളി പ്രസംഗം നടത്തിയത്. P. കുഞ്ഞികൃഷ്ണന്റെ വിഷയം ഉണ്ടാകിയ സമയത്ത് ആ വിഷയത്തിൽ പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി BJPക്കാരും കോൺഗ്രസ്സുകാരും CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ ആ പ്രതിഷേധ മാർച്ചിനെ തല്ലി തകർത്തതിന് ശേഷം അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള P. സന്തോഷ് പറഞ്ഞു, ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനി കോൺഗ്രസ്സുകാരും BJPക്കാരും വന്നാൽ അവരുടെ കാല് തല്ലിയൊടിക്കും എന്ന് പരസ്യമായി നിന്ന് കൊലവിളി പ്രസംഗം നടത്തിയ CPMൻ്റെ ഒരു ഗുണ്ടാ നേതാവായിട്ടുള്ള P. സന്തോഷായിരുന്നു ഈ KK ശൈലജയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഞെട്ടലോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞെട്ടലോടുകൂടി ഞാനതിൻ്റെ പുറകിലേക്കൊന്ന് പോയി. 2006-11 കാലത്ത് ആരായിരുന്നു
ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ ആയിരുന്നു ആരോഗ്യമന്ത്രി. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? ഒരു എഞ്ചിനീയറായിട്ടുള്ള ശ്രീമൻ ജി ജയരാജ്. CPM-ന്റെ സമുന്നത വനിതാ നേതാവായിട്ടുള്ള ഡോക്ടർ TN സീമയുടെ ഭർത്താവ് ആയിട്ടുള്ള ശ്രീമൻ ജി ജയരാജ് ആയിരുന്നു ഈ ശ്രീമതി ടീച്ചറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, എഞ്ചിനീയർ. അതിനു മുമ്പ് നയനാരുടെ കാലത്ത് നോക്കുമ്പോൾ നയനാരുടെ കാലത്ത് പിന്നെ വകുപ്പ് CPM-ൻ്റെ ആയിരുന്നില്ല, AC ഷൺമുഖദാസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വരെ പോയില്ല. അപ്പോൾ ശ്രീമതിയുടെ കാലത്തും KK ശൈലജയുടെ കാലത്തും വീണ ജോർജിൻ്റെ കാലത്തും ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാർ അവരുടെ പാർട്ടിയുടെ തീട്ടൂരം നടപ്പിലാക്കുന്നവരായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ അറിയാവുന്ന, പ്രതിബദ്ധതയുള്ള, ജനകീയനായിട്ടുള്ള ഒരു ഡോക്ടറെ ശ്രീമാൻ K മുരളീധരൻ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാം ആയി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു ഡോക്ടർ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊരു ഗംഭീരമായിട്ടുള്ള തുടക്കമാണ് എന്ന് ശ്രീമാൻ K മുരളീധരനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ K മുരളീധരനെ പിന്തുണച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുമുണ്ട്. ആ പിന്തുണയും നിലനിൽക്കുന്നു, വിമർശനവും നിലനിൽക്കുന്നു. പക്ഷേ ശ്രീമാൻ K മുരളീധരൻ കാണിച്ച ആ ഒരു വിശാല മനസ്കതയുണ്ടല്ലോ, അദ്ദേഹത്തിന് ആരോഗ്യമേഖലയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നത് അദ്ദേഹം ഗൗരവമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഒരു ജനകീയനായിട്ടുള്ള, ഒരു പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുന്നതിന് ശ്രീമാൻ K മുരളീധരൻ നടത്തുന്ന ഏതു ശ്രമത്തെയും എന്നാൽ കഴിയാവുന്ന നിലയിൽ പിന്തുണയ്ക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു തുടക്കമാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനത്തിലൂടെ ശ്രീമാൻ K മുരളീധരൻ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്നും ശ്രീമാൻ K മുരളീധരന് കേരളത്തിലെ തകർന്നടിഞ്ഞു കിടക്കുന്ന ആരോഗ്യമേഖലയെ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുക മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ചെയ്യാനുള്ളൂ.